அங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். சன்னி താൻ എന്താ ഉദ്ദേശിക്കണേ? இருந்தாரு ഇന്ത്യൻ താത്ത, അവരെ മാതിരി ഒത്തർ വരണം. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ, പക്ഷെ എന്താ മാർഗം? അതിപ്പോ എങ്ങനെ വരുത്തുന്ന പറഞ്ഞ സിദ്ധാർത്ഥ കൈതിരിമി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പർക്ക് ഒരു ഐഡിയ വരിക. കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് അങ്ങ് ഇടുക, അത് ട്രെൻഡിങ് ആവും, മൂപ്പര് അത് കണ്ടുവരും. என்ன அறிவு, என்ன அழகு. Just 5 more minutes. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. உங்களை நான் எங்கேயோ பார்த்திருக்கிறேன். உங்களுக்கு தெரியாதா? பாரு, அங்கே பாரு. ஞாபகம் மோதுதே, மனம் ஏங்குதே. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. താത്ത വന്ന് മല്ലയുടെ മുതുകുമ്പുറം നോക്കിയിട്ട് ഒരു ഒറ്റ മർമ്മം കിട്ടും. ആദ്യത്തെ മർമ്മം പതിവൃതയും മർമ്മം. ആ മർമ്മം ഇട്ട് ആണ് പെണ്ണാവും അത്രേ. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? எனக்கு ரொம்ப பயமா இருக்கு. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ഒരു പൊന്മുട്ട ഇടുന്ന താറാവ് ആളുടെ അടുത്തേക്ക് 1 രൂപ കോയിൻ വെച്ച് നമ്മുടെ ഇന്ത്യൻ താത്ത വന്ന് കുതിരമർമ്മം കിട്ടിടും. ആ കുതിരമർമ്മം ഇട്ട ആൾക്കാരൊക്കെ കുതിരേനെ പോലെ ഓടാൻ നടന്നു. അത് വയറ്റിക്കിടന്ന് ഓടുന്നു. എന്നെ കൊണ്ട് ഓടാൻ പോകുന്നു. നീ എന്താടാ ആളെ കളിയാക്ക? കല്യാണത്തിന് മുന്നാടി ഇത് മാതിരി ഓടിയാൽ കല്യാണത്തിന് അപ്പുറം നീ എന്ത് മാതിരി ഓടും? നീ இந்த ടൈപ്പാ சொல்லடி. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഭയങ്കരം തന്നെ. ഇതൊരു തപസ്യം. മനോനിയന്ത്രണം, മോഹനിയന്ത്രണം, ശരീര നിയന്ത്രണം, ഇതെല്ലാം ഉണ്ടെങ്കിലേ നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ പറ്റൂ. നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയിൽ വരും. നിന്റെയൊക്കെ പുച്ഛത്തിനെ ഞാൻ ഒരു മലങ്കോള് പിടിക്കുന്നുണ്ട്. മലങ്കോള്. എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. இந்த வீடியோ உங்களுக்கு பிடிச்சிருச்சுன்னா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, தொடர்ந்து பார்க்க இந்த சேனலை சப்ஸ்கிரைப் பண்ணுங்க. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി.